പണിമുടക്കിൽ ആൾത്തിരക്ക് ഒഴിഞ്ഞ് പാലക്കാട് മേലാമുറി മാർക്കറ്റ്. കച്ചവടം അവസാനിക്കേണ്ട സമയമായിട്ടും സാധനങ്ങൾ അതേപടി ഇരിക്കുകയാണ്. പതിവായി സാധനങ്ങൾ വാങ്ങാറുള്ള ആളുകൾ ആരും ഇന്നെത്തിയിട്ടില്ല. എല്ലാ സംഘടനകളും ഇടപെട്ട് ഇത്തരം സമരം അവസാനിപ്പിക്കണമെന്ന് കച്ചവടക്കാർ പറയുന്നു. പാലക്കാട് മേലാമുറി പച്ചക്കറി മാർക്കറ്റിലാണുള്ളത്. എല്ലാ ദിവസവും രാവിലെ പുലർച്ചെ 4 മണിയോടുകൂടി സജീവമാകുന്ന ഒരു മാർക്കറ്റാണ്. 4 മണി സമയമൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ കടകളും തുറക്കും. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കാര്യമായിട്ടുള്ള കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. ആ ഭാഗങ്ങളിലൊക്കെ കടകളുടെ ഷട്ടറുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. കുറച്ച് കടകൾ തുറന്നിട്ടുണ്ട്, കുറച്ച് പച്ചക്കറി കടകളെല്ലാം തുറന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി എത്തിച്ച് ഇവിടെ നിന്നും ഇവിടുത്തെ കേരളത്തിലുള്ള പാലക്കാടുള്ള റീറ്റെയിൽ കട നടത്തുന്ന ആളുകളാണ് ഇവിടുന്ന് ധാരാളമായി വന്ന് ആളുകൾ പച്ചക്കറി വാങ്ങിക്കൊണ്ട് പോകാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഏതാനും കുറച്ച് കടകൾ തുറന്നിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും മുൻ ദിവസങ്ങളില്ലേ, സാധാരണ ഗതിയിലുള്ള ദിവസങ്ങളിലെല്ലാം നല്ല രീതിയിൽ തിരക്കുണ്ടാവുന്ന സ്ഥലമാണ്. കച്ചവടം ഒന്നുമില്ല, രാവിലെ തൊട്ട് അങ്ങനെ നിശ്ചിതാവസ്ഥയാണ്. ഈ ആളുകളൊക്കെ അവര് ഓർഡർ വേണ്ടാന്ന് ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞു. ഓർഡർ വേണ്ട, എല്ലാവരും ലീവാക്കി എന്ന് പറഞ്ഞു. അത് കാരണം നമ്മളൊന്നും കൊണ്ടുവന്നില്ല. ലോഡൊന്നും വന്നിട്ടില്ല. പുതിയ ലോഡൊന്നും. ഇപ്പോ ഈ കടകളിലൊക്കെ കണ്ടറിയാം, സാധാരണ ഇവർ പറയുന്നത് ഈ നേരൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ കച്ചവടം തീരാറുണ്ട് എന്നുള്ള തരത്തിലാണ്. പക്ഷെ ഇന്നിപ്പോ പച്ചക്കറികളെല്ലാം അങ്ങനെ തന്നെയുണ്ട്. അതും ഇന്നലത്തെയൊക്കെ ബാക്കി വന്ന സ്റ്റോക്കുകളാണ് ഇരിക്കുന്നത്. അതുപോലും ഒന്നും വിറ്റ് പോയിട്ടൊന്നുമില്ല. ചേട്ടാ, പണിമുടക്ക് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? നല്ലോണം ബാധിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു പണിമുടക്ക് ബാധ്യതയാണ്. സാധാരണ നിത്യേനയുള്ള വരുമാന ജീവനക്കാർക്ക് ബാധ്യതയാണ്. ഇതേപോലുള്ള പണിമുടക്കുകൾ കേരളത്തിൽ ഒഴിവാക്കപ്പെടണം എന്നാണ് എല്ലാ സംഘടനകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതേപോലുള്ള പണിമുടക്കുകൾ എല്ലാ സംഘടനകളും സഹകരിച്ച് മാറ്റണം. അവരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിലോ ഒക്കെ ആവശ്യപ്പെടുക, അവരുടെ പ്രതിനിധികളെ സമരം നടത്തുക. അല്ലാതെ പൊതുജനങ്ങളെ യാതൊരുവിധ കാരണവശാലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പച്ചക്കറിയൊക്കെ എന്ത് ചെയ്യും? പച്ചക്കറിയൊക്കെ കേടുവന്ന് പോകും, നഷ്ടം വരും. ഇത് ഏത് സംഘടനകളും വെച്ച് തരാനില്ല. ഇത് നമുക്ക് സാമ്പത്തികമായി നഷ്ടം ചെയ്യുന്ന സംഗതിയാണ്. ആർക്കാ ശമ്പളം കിട്ടാത്തത്? ഗവൺമെന്റിൽ നിന്ന് വെറുതെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വെറുതെ സമരമാക്കാണ്. ഇത് ഞങ്ങൾക്ക് സമരം വെക്കാൻ തോന്നും. ഇവര് വെച്ച് ഞങ്ങളും വയ്ക്കും. ഞങ്ങൾക്കിത് വരുമാനം പോയിന്ന്. ഞങ്ങൾ അന്നൊക്കെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഞങ്ങളെ കൊണ്ട് പൂട്ട് പറഞ്ഞപ്പോ ഞങ്ങൾ പൂട്ടാണ്ടിരിക്കോ? കേരളത്തിൽ ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു പണിമുടക്കാണ്. ഇന്നലെ ബസ് സമരമാണ്, അതും ഇവിടെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു പണിമുടക്ക്, ഇത് മാക്സിമം ഒഴിവാക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. നമ്മൾ സാധാരണ ജീവിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാ ജനങ്ങൾക്കും ഉണ്ട് കേരളത്തിൽ. പാലക്കാട് നിന്നും മൽഗോഡ് സി മോഹനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.